നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലിരാമൻ കഥയാണ്. തെനാലിരാമൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജാവിൽ നിന്നും കിട്ടുന്ന പണമെല്ലാം ദൂർത്തടിച്ച് ചെലവാക്കുക എന്നുള്ളതാണ്. അത് രാമൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തിയോട് പണം കടം വാങ്ങുകയും ചെയ്തിരുന്നു. ഒരിക്കൽ തെനാലിരാമൻ്റെ ഭാര്യയ്ക്ക് രോഗമായി. മരുന്ന് വാങ്ങാൻ അയാളുടെ കൈവശം പണമില്ല. വൈദ്യന് കൊടുക്കാൻ പോലുമുള്ള പണം ഇല്ല. തെനാലിരാമൻ ചക്രവർത്തിയോട് 100 സ്വർണ്ണനാണയങ്ങൾ കടം മേടിച്ചു. ആ പണം ചെലവാക്കിയതോ ഭാര്യയുടെ ദീനത്തിനും അല്ലാത്ത മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയായിട്ടാണ്. ഇന്ന ദിവസം പണം മടക്കി കൊടുക്കാമെന്ന് രാമൻ ഏറ്റിരുന്നു. ആ ദിവസം കടന്നുപോയിട്ടും വാഗ്ദാനം പാലിക്കാൻ രാമന് സാധിച്ചില്ല. 1-2 തവണ ചക്രവർത്തി പണം ആവശ്യപ്പെട്ടു. തെനാലിരാമൻ്റെ കയ്യിൽ പണം എവിടെ? അടുത്ത കാലത്തൊന്നും കടം തീർക്കാൻ വഴിയും കണ്ടില്ല. രാമൻ അറിയാതെ അയാളുടെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് കടം കൊടുത്ത തുക തിരിച്ചു ചോദിക്കണം. അതിനായി ചക്രവർത്തി ഒരുങ്ങിയിറങ്ങി. പക്ഷേ ഈ വിവരം രാമന് ഉടൻ തന്നെ ലഭിക്കുകയും രാമൻ അറിയുകയും ചെയ്തു. തെനാലിരാമൻ അയാളുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകി. എന്നിട്ട് മൂടി പുതച്ച് കിടപ്പുമായി. ചക്രവർത്തി എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ച രാമൻ നിശ്ചലനായി കിടക്കുന്നതാണ്. തെനാലിരാമൻ്റെ അമ്മയും ഭാര്യയും അടുത്തിരുന്ന് കരയുന്നു. ഇതാണ് ചക്രവർത്തി രാമൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച. അവരുടെ കരച്ചിൽ വെറും നാട്യമാണ്. അത് ചക്രവർത്തിക്കോട്ട് മനസ്സിലായില്ല. ചക്രവർത്തി അതുണ്ടോ അറിയുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത മനോവിഷമം ചക്രവർത്തിക്ക് തോന്നി. എന്തുണ്ടായി? ചക്രവർത്തി തെനാലിരാമൻ്റെ ഭാര്യയോടും അമ്മയോടും ചോദിച്ചു. തിരുമേനി, എൻ്റെ ഭർത്താവ് മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു മനസ്താപമുണ്ട്. അങ്ങയുടെ കടം വീട്ടിയില്ലല്ലോ എന്ന്. കടം തീരാതെ മരിച്ചാൽ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവില്ലത്രേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം. കടം വീട്ടാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് മരിച്ചാൽ ആത്മാവിന് ശാന്തിയും ഉണ്ടാവില്ല. ഈ വിഷമം കാരണമാണ് അദ്ദേഹം മരിക്കാനായി കിടക്കുകയാണ്. തെനാലിരാമൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഈ വിവരം ഒരുവിധം തിരുമേനിയോട് അറിയിച്ചു. ചക്രവർത്തിക്ക് തെനാലിരാമൻ്റെ ഭാര്യയുടെ കരഞ്ഞുകൊണ്ടുള്ള രാമനെ പറ്റിയുള്ള ഈ സങ്കടം കേട്ടപ്പോൾ ചക്രവർത്തി തിരുമേനിയുടെ ഹൃദയം ആർദ്രമായി. അദ്ദേഹം രാമന് കടം ഇളവ് ചെയ്തു. രാമൻ എന്നോട് കടമുണ്ട്, ശരി തന്നെ. പക്ഷേ ഞാൻ ആ കടമിതാ ഇളച്ചിരിക്കുന്നു. എനിക്കിനി ആ 100 സ്വർണ്ണനാണയങ്ങൾ ആവശ്യമില്ല, പോരെ. ഇനിയും രാമൻ സമാധാനത്തോടെ മരിച്ചു കൊള്ളട്ടെ. ഞാൻ തെനാലിരാമൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ചക്രവർത്തി ആത്മാർത്ഥതയോട് അവിടെ നിന്നു പറഞ്ഞു. പൊടുന്നനവേ കിടന്നിരുന്ന രാമൻ ചാടി എഴുന്നേറ്റു. തെനാലിരാമൻ്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞിരുന്നു. കടത്തിൽ നിന്ന് മോചനം ലഭിച്ചതിലുള്ള സന്തോഷം. രാമ, നിങ്ങൾ മരിക്കാൻ കിടക്കുകയാണെന്നാണല്ലോ ഇവർ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നിട്ടാണോ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചിരിക്കുന്നത്? ചക്രവർത്തി അല്പം നീരസത്തോടെ ചോദിച്ചു. ഉടനെ രാമൻ്റെ മറുപടി ഇങ്ങനെയാണ്. തിരുമേനി, വാസ്തവത്തിൽ ഞാൻ മരിക്കാൻ കിടക്കുകയായിരുന്നു. കടത്തിൻ്റെ ഭാരമാണ് എന്നെ മരിക്കാൻ കിടത്തിയത്. തിരുമേനി ആ ഭാരം എൻ്റെ പുറത്തു നിന്ന് എടുത്തു. അതോടെ മരിക്കാൻ കിടന്ന ഞാൻ ജീവിക്കാനായി എഴുന്നേറ്റു. തെനാലിരാമൻ്റെ രസകരമായ ഈ മറുപടി രാജാവിനെയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു. ഇത് തെനാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.